സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. അങ്ങനെ കൃഷ്ണനോടുള്ള പിണക്കവും വാശിയും ഒക്കെ മറന്ന് കൺമണി നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് കേട്ടോ കൺമണിയുടെ മുന്നിലേക്ക് കൃഷ് വരുന്നത്. കൃഷിനെ കാണുന്നതും കൺമണി അതിശയത്തോടെ അയ്യോ സാർ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ, എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട് കൺമണി. വീണ്ടും കൃഷി ചോദിക്കുന്നുണ്ട് കൺമണിയുടെ അസുഖം ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല സാർ. ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നല്ലേ, കൺമണിയെ കാണാൻ തന്നെ. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ വഴിയിൽ കാത്തുനിന്നും ഫോൺ ചെയ്തും ഒക്കെ പറഞ്ഞ എനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് കൺമണിയോട് പറയാനോ കൺമണിക്ക് അത് ഉൾക്കൊള്ളാനോ സാധിക്കില്ല. സംഭവിച്ചതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ തുടർന്നാണ്. കൺമണി, ഞാൻ എല്ലാം നിന്നോട് വിശദീകരിച്ച് പറയാം. എന്നാൽ കൺമണി പറയുന്നുണ്ട് സാർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സാറ് പറയാതെ തന്നെ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ തെറ്റ് എന്റെ ഭാഗത്തുണ്ട്. സാറിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. ഗോകുൽ ഓരോരോ പോയിന്റുകളായിട്ട് വിശദീകരിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. കൃഷ് വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നതും കൺമണി കൃഷിന്റെ വാ പൊത്തുകയാണ്. എന്നിട്ട് വേണ്ടെന്ന് പറയുന്നുണ്ട്. സാർ ഇനി ഒന്നും പറയണ്ട. അപ്പൊ കൃഷും റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും പറയണ്ടേ? വേണ്ട, എനിക്ക് സാറിനെ വിശ്വാസമാണ്, പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും കൃഷ്ണന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കൺമണിയോട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. കൺമണിയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ ഇത്രയും വിശ്വസിക്കുന്ന ഒരാളെ ജീവിതാവസാനം വരെ ഞാനിങ്ങനെ ചേർത്ത് നിർത്തും എന്നും പറഞ്ഞ് കൺമണിയെ ചേർത്ത് പിടിച്ച് തലോടുകയാണ് കൃഷ് ചെയ്യുന്നത്. കൺമണിയാണെങ്കിലും കൃഷിന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവസാനം വരെ ഞാനിങ്ങനെ ചേർന്ന് തന്നെ ഉണ്ടാവുമെന്നും പറയുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കുമ്പോഴാണ് ഗോകുൽ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പയെന്ന് പറഞ്ഞ് ഗോകുൽ വിളിക്കുമ്പോഴാണ് ഇത്രയും നേരം താൻ കണ്ടതെല്ലാം വെറും സ്വപ്നമായിരുന്നുവെന്നും തന്റെ തോന്നലായിരുന്നുവെന്നും കൺമണി മനസ്സിലാക്കുന്നത്. കൃഷ് സാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഗോകുലിനോട് പറയുന്നുണ്ട്. ഗോകുലിനും അത് കേട്ട് അതിശയാവുന്നുണ്ട്. കൃഷ് സാർ ഇവിടെ ഉണ്ടായിരുന്നെന്നോ? അത് പിന്നെ സ്വപ്നമായിരുന്നെന്ന് നാണത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണി. അങ്ങനെ വരട്ടെ, അപ്പൊ സ്വപ്നം കണ്ടതാണല്ലേ? അപ്പോ രാത്രിയിൽ കഴിക്കുന്ന മരുന്ന് കഴിച്ചോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഏതായാലും സോറി കേട്ടോ, സ്വപ്നം പൂർത്തിയാക്കാൻ പറ്റിയില്ല അല്ലേ? ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായി മാറി. അല്ല, എന്തായിരുന്നു സ്വപ്നം കണ്ടത്? കൺമണിയാണെങ്കിൽ നാണിച്ചിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. ശരി, എന്നോട് പറയണ്ട. അപ്പയുടെ പേഴ്സണൽ സ്വപ്നമല്ലേ, അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. എന്തായാലും നേരത്തെ പുലിയെ പോലെ നിന്ന അപ്പ ഇപ്പൊ മാൻകുട്ടി ആയല്ലോ, എനിക്ക് അത് മതി. ശേഷം ഗോകുല് കൺമണിയുടെ ഫോൺ എടുത്ത് കൺമണിക്ക് കൊടുത്തിട്ട് അപ്പ കൃഷ് സാറിനെ ഒന്ന് വിളിക്കുക, ഞാൻ ഡയൽ ചെയ്തു തരാം. എന്നാൽ കൺമണി അതൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നാളെ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചോളാം. അത് കേൾക്കുമ്പോ ഗോകുലും അതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ഫോണിൽ കൂടെ സംസാരിച്ചാ അല്ലെങ്കിലും ഒന്നും ശരിയാവില്ല, അപ്പൊ നേരിട്ട് തന്നെ പറഞ്ഞാൽ മതി. എനിക്കെന്തായാലും സന്തോഷമായി കേട്ടോ. അല്ല, അപ്പൊ മരുന്ന് കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉവ്വെന്ന് തല വിളിക്കുന്നുണ്ട് കൺമണി. അപ്പൊ ഞാൻ പോട്ടെ, ബ്രേക്കായ സ്വപ്നേ ഇപ്പൊ ഇരുന്ന് പൂർത്തിയാക്കിക്കോ. ഇതും പറഞ്ഞ് ഗോകുല് സന്തോഷത്തോടു കൂടി അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയം കൃഷിന്റെ വീട്ടില് സാഗർ കൃഷ്ണനോട് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, കൺമണി റിസൈൻ ചെയ്യാൻ പോവാണോ എന്ന്. അങ്ങനെയാണ് മാനസ പറഞ്ഞെന്ന് കൃഷ് അറിയിക്കുന്നുണ്ട് സാഗറിനെ. തുടർന്ന് സാഗർ പറയുന്നുണ്ട്, അവളുടെ വിവാഹമാണ് ഉടനെ എന്ന് ചേച്ചിയമ്മ എന്നോട് പറഞ്ഞിരുന്നു. അവള് നന്നായിട്ട് ജീവിക്കട്ടെടാ. അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ നല്ലവനാണെന്നാണ് ആന്റിയമ്മ പറഞ്ഞത്. കൺമണിയുടെ കുടുംബത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല ജോലിയേക്കാൾ കൺമണിക്കിപ്പോ ആവശ്യം നല്ലൊരു ജീവിതമാണ്, അത് അവൾക്ക് കിട്ടട്ടെ. എന്നാൽ കൃഷ് പറയുന്നുണ്ട്, വരുണിനെ കല്യാണം കഴിച്ചാലേ കൺമണിയുടെ ജീവിതം അവസാനിക്കുകയായിരിക്കും ചെയ്യുക. വരുൺ ആള് ശരിയല്ല അച്ഛാ, എനിക്ക് അവനെ അറിയാം. ഒരു സൈക്കോയാണ്. കൺമണിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് അവൻ കെട്ടുന്നത്. പിന്നെ എന്നോടുള്ള വൈരാഗ്യം, എനിക്ക് അവളെ രക്ഷപ്പെടുത്തണമെന്നുണ്ട് അച്ഛാ. അപ്പൊ സാഗരം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടുത്തണം. കല്യാണത്തിന് നമുക്ക് നല്ലൊരു തുക തന്നെ അവൾക്ക് കൊടുക്കണം. അപ്പൊ കൃഷ് പറയും, എന്റെ അച്ഛ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛന് മനസ്സിലായിട്ടില്ല. എടാ, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ വിഷയം നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാ. നിനക്ക് കൺമണിയോട് തോന്നുന്ന ഫീലിംഗ്, ഇഷ്ടമെല്ലാം സഹതാപമാണ്. സിമ്പതിയെ നീ ലവ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. കൃഷ് അല്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സാഗർ അത് വിശ്വസിക്കുന്നില്ല. നിന്റെ ഈ സഹതാപമൊക്കെ തീരുമ്പോ നിന്റെ ഇഷ്ടവും തീരും. നിനക്ക് തോന്നും കൺമണിയെ രക്ഷപ്പെടുത്താനാണ് നീ ശ്രമിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ പറയും, നീ അവളുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മോനെ, അവൾക്ക് അവളുടേതായിട്ടുള്ള ജീവിതമുണ്ട്. ആ വീട്ടുകാര് അതുമായിട്ട് സെറ്റാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്. അവിടേക്ക് കടന്നു എന്ന് ആശയം കൊടുത്ത് അവസാനം ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാതെ എന്തൊരു ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, നീ വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഭരിക്കേണ്ടവനാ. നീയും മാനസികം ഒത്തുചേർന്നാൽ അലികയില് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാം. നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കടാ. കൺമണിക്ക് കൺമണിയുടെ വഴി, നിനക്ക് നിന്റെ വഴി. മറ്റന്നാളെ ഞാനും അമ്മയും കൃപയും കൂട്ടി ജർമ്മനിക്ക് പോകുക. കൃപയെ പഴയ പോലെ മാറ്റിയിട്ടായിരിക്കും ഞങ്ങൾ മടങ്ങി വരുന്നത്. വന്നു കഴിഞ്ഞാൽ കമ്പനി നിന്നെയും മാനസികം ഏൽപ്പിക്കണമെന്നാണ് എന്റെ പ്ലാൻ. 28-ാം തീയതി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അതിനുള്ള തീരുമാനങ്ങൾ കൂടെ ഉണ്ടാക്കണം.
പിന്നെ കൺമണി പോകുന്ന അഴിവിലേക്ക് പുതിയൊരു ഡിസൈനർ സെലക്ട് ചെയ്യണ്ടേ? അതിന് പരസ്യം ചെയ്യുന്ന കാര്യം മാനസ പറഞ്ഞു. പരസ്യം കൊടുക്കാനൊക്കെ വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അപ്പോ അത് നിങ്ങൾ ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ കണക്കിലെടുക്കണം. നിന്റെ ഭാവി വിശാലമാണ്, അത് നീയായിട്ട് ചുരുക്കി കളയരുത്. ഇങ്ങനെയും പറഞ്ഞു കൊടുത്തിട്ട് സാഗർ പോകുന്നുണ്ട്. കൃഷ് ആണെങ്കിൽ അതൊക്കെ കേട്ട് നിരാശപ്പെട്ടിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കൺമണി കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോ അമ്മായിമാര് ചെന്നിട്ട് പനി പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് നീ എന്തിനാ കൺമണി കുളിച്ചത്? അത് പിന്നെ എനിക്ക് ഓഫീസിൽ പോകണം എന്ന് പറയുന്നുണ്ട് കൺമണി. എന്നാൽ അമ്മായിമാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നീ ഇനി അധിക ആത്മാർത്ഥതയൊന്നും അവരോട് കാണിക്കണ്ട, കുറച്ച് കാണിച്ചാൽ മതി. നന്ദിയില്ലാത്ത കൂട്ടങ്ങളാണ് അവര്. കൺമണി പറയുന്നുണ്ട്, കൃഷ് സാറിനെ നമ്മൾ തെറ്റിദ്ധരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ സമയം ധനലക്ഷ്മി അങ്ങോട്ട് വരുന്നു. കൺമണിയോട് ചോദിക്കുന്നുണ്ട് ധനലക്ഷ്മി സന്തോഷത്തോടു കൂടി, നീ ഇന്ന് രാജിക്കത്ത് കൊടുക്കുമല്ലേ എന്ന്. ഇല്ലാന്നാണ് കേട്ടോ കൺമണി മറുപടി കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ധനലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെന്താ അങ്ങനെ? അലികയിൽ നീ ജോലിക്ക് പോകുന്നത് വരുണിന് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ, വരുണിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്കെന്താ, എനിക്ക് അലികയിൽ ജോലിക്ക് പോകുന്നത് ഇഷ്ടമാ എന്ന് നല്ല മറുപടി തന്നെ കൺമണി കൊടുക്കുന്നുണ്ട്. അപ്പോഴും ധനലക്ഷ്മി പറയും, നിന്റെ ഇഷ്ടമൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, അടുത്ത ആഴ്ച കല്യാണമാണ് വരാൻ പോകുന്നത്. എന്നാൽ കൺമണി അപ്പോഴും പറയും, വരുണുമായിട്ടുള്ള കല്യാണത്തെ പറ്റിയാണ് പറയുന്നെങ്കിൽ അതിന് നടക്കാൻ പോകുന്നില്ല, നടത്തിച്ച് കാണിച്ചു തരാമെന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ധനലക്ഷ്മി. അപ്പോ നടക്കില്ല പോലും. കല്യാണത്തിന്റെ അന്നങ്ങാനും കാല് മാറിയാലേ നീ പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല, അത് ഓർത്തു വെച്ചോ. എന്നാൽ കൺമണിക്ക് അതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കവും ഇല്ല. ഓ പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല പോലും, ഭൂമി നോക്കി നടത്തുന്നത് ഏട്ടത്തിയല്ലേ, പോയി പണി നോക്കാൻ തന്നെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ധനലക്ഷ്മിക്ക്. ധനലക്ഷ്മി ആണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്നോട് നേർക്ക് നേരെ ഒന്ന് സംസാരിക്കാറായി അല്ലേടിയെന്നും പറഞ്ഞ് കൺമണിയെ അടിക്കാനും പിടിക്കാനൊക്കെ തുടങ്ങാണ് ധനലക്ഷ്മി. എന്ന അമ്മായിമാര് വന്നിട്ട് തടയുന്നുണ്ട്. കൺമണിയാണെങ്കിലും നല്ല വാശിയിൽ തന്നെയാണ്. അതുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, എന്നെ ആ വരുണിന്റെ തലയിൽ കെട്ടിവെക്കാന്ന് ഏട്ടത്തി സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അപ്പൊ ധനലക്ഷ്മി പറയും, ഓ പിന്നെ നിന്നെ ആ കൃഷ് പല്ലക്കും പരിവാരം ഒക്കെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന കരുതിയിട്ടാണോ ഇപ്പൊ നീ ഇങ്ങനെ കുളിച്ചൊരുങ്ങി നിൽക്കുന്നത്? അമ്മായിമാരെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, 10 മാസം കഴിയുമ്പോ ഇവിടെ ഒരു കൊച്ചിന്റെ കരച്ചില് കേൾക്കാന്ന്. നൂലുകെട്ടിനും ചോറൂണിനൊക്കെ ആയിട്ട് ഒരുങ്ങിയിരുന്നോ, പക്ഷെ ആ ചടങ്ങിനൊന്നും അച്ഛൻ കാണില്ലെന്ന് മാത്രം. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും കൺമണിയുടെ നിയന്ത്രണം വിട്ടുപോവുകയാണ്. അനാവശ്യം പറയരുതെന്നും ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞ ചെകിടടിച്ച് പൊളിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ കൺമണി. എന്തായാലും അമ്മായിമാർ ഒരു വിധത്തില് ധനലക്ഷ്മിയെ പിടിച്ച് മാറ്റുന്നുണ്ടാകും അവിടെ നിന്നും. അതിനുശേഷം കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട് കേട്ടോ, ഏട്ടത്തി എന്നെ ഈ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ലടാ ഗോകുലെ. എന്റെ അപ്പേ, അമ്മ പറയുന്നത് കേട്ട് അപ്പയല്ലാതെ വേറെ ആരെങ്കിലും വിഷമിക്കുകയോ അമ്മയെ തിരുത്താൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോകുല്. കൺമണി പറയും, അധികം താമസിയാതെ ആ വരുൺ തന്നെ ഏട്ടത്തെ തിരുത്തും. എന്തായാലും ഞാൻ ആ വരുണിനെ വിവാഹം ചെയ്യാൻ പോകുന്നില്ലെന്ന് തീർത്തും പറഞ്ഞു. ഈ പറഞ്ഞു കേട്ട് ഗോകുലിന് സന്തോഷമാവുന്നുണ്ട്. അടിപൊളി അപ്പ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. തുടർന്ന് കൺമണി പറയുന്നുണ്ട്, കല്യാണം നടന്നില്ലെങ്കിലേ ഏട്ടത്തി തന്നെ ആ 101 പവനും 10 ലക്ഷം രൂപയും വരുണിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, വരുൺ തന്നെ ഏട്ടത്തിയോട് പകരം ചോദിക്കുമെന്ന്. അതിന്റെ ഒക്കെ ബഹളമായിരുന്നു പുറത്ത്. ഉടനെ ഗോകുല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പൊ എന്തായാലും ഉടനെ തന്നെ അലികയിലേക്ക് പോ, എന്നിട്ട് കൃഷ് സാറിനോട് കാര്യങ്ങളൊക്കെ പറ, ലോൺ എടുത്ത് ജപ്തി അടച്ചു കൊടുക്ക്, 101 പവന്റെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോട്ടെ. അതോടെ അപ്പയുടെയും കൃഷ് സാറിന്റെയും കല്യാണം എന്ന് കേട്ടപ്പോഴേക്കും കൺമണിയുടെ മുഖത്ത് ചിരി വിടരുന്നുണ്ട്. അത് ഗോകുലും മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്നാണ് കൺമണിക്ക് ഒരു കോള് വരുന്നത്. മാനസയാണ് വിളിക്കുന്നത്. ഗോകുല് പറയുന്നുണ്ട് കേട്ടോ കൺമണിയോട്, വേണ്ട അപ്പേ, ആ കോൾ എടുക്കണ്ട, എന്തെങ്കിലും നെഗറ്റീവ് പറയാനായിരിക്കും വിളിക്കുന്നത്, അപ്പയ്ക്ക് കൃഷ് സാറിനോട് സംസാരിച്ചൂടെ. എന്നാൽ കൺമണി എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. ഗോകുലിനും കൂടെ കേൾക്കാൻ വേണ്ടി ലൗഡ് സ്പീക്കറിലിട്ടാണ് കൺമണി സംസാരിക്കാൻ തുടങ്ങുന്നത്. കോൾ അറ്റൻഡ് ചെയ്തതും മാനസ ചോദിക്കുന്നുണ്ട്, കൺമണി ഇന്നത്തെ പത്രം കണ്ടായിരുന്നോ? പുതിയ ഡിസൈനർക്ക് വേണ്ടിയുള്ള പരസ്യം എല്ലാ പത്രത്തിലും കൊടുത്തിട്ടുണ്ട്. കൺമണി പത്രം നോക്ക്, അപ്പൊ കാണാം. ഇതറിയുന്നതും കൺമണിക്കും ഗോകുലിനും ഒക്കെ വിഷമമാകുന്നുണ്ട്. തുടർന്ന് മാനസ പറയുന്നുണ്ട്, ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചെങ്കിലും ഉടനെ തന്നെ ആഡ് കൊടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കൃഷിന് നിർബന്ധം ഇന്ന് തന്നെ പരസ്യം കൊടുക്കണമെന്ന്. കൃഷിനെന്തോ വാശി പോലെയായിരുന്നു. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും കൺമണി ആകെ വല്ലാതാവുന്നുണ്ട്. കൺമണിയോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട് പോരെന്ന് ഞാൻ കൃഷിനോട് ചോദിച്ചതാ. പക്ഷേ കൃഷി ഉറപ്പിച്ചു തന്നെയായിരുന്നു. MD-യുടെ വാക്കിനപ്പുറം GM-നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൺമണി. മുകളിൽ നിന്ന് തീരുമാനങ്ങൾ പറഞ്ഞ GM-ന് അത് നടപ്പാക്കുകയല്ലേ പറ്റൂ. കൺമണിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. പിന്നെ രാജിക്കത്ത് നേരിട്ട് വേണോ അതോ മെയിൽ ചെയ്യണോ എന്ന് തീരുമാനിച്ചോ? നേരിട്ട് വന്ന ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്യാം. അപ്പൊ ശരി കൺമണി എന്നും പറഞ്ഞ് മാനസ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഗോകുലാണെങ്കിൽ മാനസയുടെ വാക്കുകളൊന്നും പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ കൺമണിയോട് പറയുന്നുണ്ട്, അപ്പേ ഇതിലെന്തോ കള്ളത്തരമുണ്ട്, പത്രത്തിലൊന്നും പരസ്യം കൊടുത്തു കാണില്ല അപ്പേ.
അപ്പയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, വിട്ടുകള അപ്പയെ, അപ്പൊ ഹാപ്പി ആയിരിക്കെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മാനസ പരസ്യം കൊടുത്തു എന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. ഡിസൈനറെ വേണമെന്നുള്ള അലികയുടെ ആ ആഡ് മനോജാണ് ആദ്യം കാണുന്നത്. ധനലക്ഷ്മിക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ധനലക്ഷ്മിക്ക് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊക്കെ ദൈവം കയ്യോടെ ആണെന്ന് പറയുന്നതേ കറക്റ്റാ. കുറച്ചു നേരത്തെ അവൾ എന്നോട് എന്തൊരു ചാട്ടമായിരുന്നു, ഈശ്വരൻ അപ്പ തന്നെ കൊടുത്തു. എന്നാൽ മനോജ് പറയുന്നുണ്ട്, അലികയെ പോലുള്ള ഒരു സ്ഥാപനത്തില് ഡിസൈനേഴ്സിന് ഒരുപാട് ആവശ്യമുള്ളതല്ലേ, ഇത് ചിലപ്പോ അങ്ങനെ വല്ലതും ആയിരിക്കും. ഏയ് അല്ലല്ല, ഇത് അങ്ങനെയൊന്നുമല്ല, ഇതേ അവൾക്ക് പകരമായിട്ട് എടുക്കുന്നതിന്റെ തന്നെയാ. ചീഫ് ഡിസൈനറല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ഇന്നലെ തന്നെ ഇതിന്റെ ഒരു സൂചന കിട്ടിയതാ. ഇതേ സമയം കൺമണി വന്നിട്ട് മനോജിനോട് ആ പത്രം ഒന്ന് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. പരസ്യം നോക്കാനായിരിക്കും അല്ലേ? ആ, നീ കാണുന്നു പറഞ്ഞ് ധനലക്ഷ്മി ആ പരസ്യം കൺമണിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി സങ്കടാവുന്നുണ്ട് അത് കാണുമ്പോ കൺമണിക്ക്. ഇതേസമയം ശ്രീനിവാസനും വന്നിട്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോ, ദേ പുന്നാര മോളുടെ ജോലിയെ കട്ടപ്പുറത്തായിട്ടുണ്ട്, അവൾക്ക് പകരം അലികയിൽ വേറെ ആളെ എടുക്കാൻ പോവുക. അപ്പൊ ശ്രീനിവാസൻ പറയും, അവൾക്ക് പകരമെന്ന് എന്തിനാ ധനലക്ഷ്മി പറയുന്നത്, ഒരു സ്ഥാപനമാകുമ്പോ പലരെയും ജോലിക്ക് എടുക്കാറില്ലേ? എന്നാൽ കൺമണി പറയുന്നുണ്ട്, അല്ല, ഇതങ്ങനെയല്ല, ഏട്ടത്തി പറഞ്ഞതാണ് ശരി, ഇത് എനിക്ക് പകരം എടുക്കുന്നതാ. അച്ഛാ, ഞാൻ ജോലി രാജിവെക്കാൻ പോവാ. ഉടനെ മനോജ് കൺമണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കണ്ട, അല്ലെങ്കിലും വരുണിന് നീ അലികയിൽ ജോലിക്ക് പോകുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. ഇതേ സമയം ഗോകുല് കൺമണിയുടെ സ്വകാര്യത്തിൽ പറയുന്നുണ്ട്, അപ്പേ ആദ്യം കൃഷ് സാറിനെ കാണ്, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ, കേട്ടോ. അത് കേട്ട ഉടനെ കൺമണി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഉറക്കമുണരുന്ന കൃഷിന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് കോഫിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് മാനസ. എന്നാൽ കൃഷ് അത് വാങ്ങുന്നില്ല, എനിക്ക് വേണ്ടെന്ന് പറയുന്നു. കുടിക്ക് കൃഷ് പ്ലീസ്. കൃഷിന് വേണ്ടി അടുക്കളയിൽ കുറച്ച് സമയം ബുദ്ധിമുട്ടി എനിക്ക് വേണ്ടി കൃഷ് ഇത് വാങ്ങണം പ്ലീസ്. എന്നാൽ കൃഷ്, എന്തൊരു കഷ്ടമാണിത് മാനസേ, എനിക്കിത് വേണ്ട എന്ന് തന്നെ പറഞ്ഞിരിക്കുമ്പോ കൃഷി ഒന്ന് ചുണ്ട് മുട്ടിച്ചാലും മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് കൃഷിനെ ആ കോഫി കുടിപ്പിക്കുകയാണ്. കൃഷ് ആണെങ്കിൽ ചുണ്ടൊന്ന് മുട്ടിച്ചു എന്ന രീതിയിൽ ഒരു സിപ്പ് കുടിച്ചിട്ട് കോഫി തിരിച്ച് മാനസയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. മാനസയ്ക്കാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ബാക്കി മാനസ കുടിക്കുകയാണ്. അത് കാണുന്നതും കൃഷ് അന്തം വിട്ട് നോക്കുന്നുണ്ട്. തുടർന്ന് മാനസ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൃഷ്, ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുവാണേ, കൺമണിയും കൃഷും തമ്മിൽ വഴക്കെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അടുത്തെങ്ങാനും? അല്ല, നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അതെനിക്കും അറിയാം, ഞാനും കൂടെ പറഞ്ഞിട്ടാണല്ലോ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? മാനസയോട് കാര്യം പറയാൻ പറയുന്നുണ്ടോ കൃഷ്. അത് കേൾക്കുമ്പോ ഇപ്പൊ മാനസ പറഞ്ഞു കൊടുക്കാണ്, നട്ടലില്ലാത്തവരുടെ കമ്പനിയിലെ ജോലി വേണ്ടാന്ന് പറഞ്ഞു കൺമണി എന്നോട്. കൺമണി എന്നെ വിളിച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ ടോൺ അത്ര സുഖമായിട്ടൊന്നും തോന്നിയില്ല. കൺമണി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അവളുടെ ഒരു മറുപടി, നട്ടലില്ലാത്തവരുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പോലും. എന്തായാലും സാഗർ അങ്കിളിനെ ആയിരിക്കും അവൾ അങ്ങനെ ഉദ്ദേശിച്ചത്. മാനസയുടെ വാക്കുകൾ കേട്ട് കൃഷ്ണന് ദേഷ്യം വരുന്നുണ്ട് മാനസയോട്. വെറുതെ നീ കള്ളത്തരൊന്നും പറയേണ്ടെന്ന് പറയുമ്പോ, ഓക്കെ സോറി, ഞാൻ പറയുന്നില്ല, കേട്ട കാര്യം ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ, കള്ളമാണെങ്കിൽ പറയുന്നില്ല. പക്ഷെ പിന്നീട് അവള് പറഞ്ഞത് കേട്ടാലേ പച്ച കള്ളമെന്നായിരിക്കും കൃഷ് എന്നോട് പറയാൻ പോകുന്നത്. കൃഷ് അപ്പൊ ചോദിക്കുന്നുണ്ട്, പിന്നീട് അവൾ എന്താ പറഞ്ഞതെന്ന്. ആ, ഞാൻ പറയാം, പക്ഷെ അത് അവള് നമ്മളെ കളിയാക്കിയതൊന്നുമല്ല, എനിക്കൊരു ഉപദേശം തന്നതാ. വാക്കിന് വിലയില്ലാത്ത ആണുങ്ങളെ വിശ്വസിക്കരുത് മാഡം എന്നാണ് അവള് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് വാക്ക് തന്നവൻ അത് പാലിക്കാറുണ്ടെന്ന്. പിന്നെ കുറെ പഴഞ്ചൊല്ല്, നായയുടെ വാല് എത്ര കാലം കുഴലിട്ടാലും അത് വളഞ്ഞേയിരിക്കുമെന്ന്, അങ്ങനെയൊക്കെ. എന്തായാലും എനിക്ക് അവളുടെ സംസാരമൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിരിച്ച് ചൂടാവുമെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവള് കോള് കട്ട് ചെയ്തു. പക്ഷെ അവള് വീണ്ടും വിളിക്കും, ഞാൻ കോള് റെക്കോർഡ് ചെയ്ത് കൃഷ്ണനെ കേൾപ്പിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺമണിയെ പറ്റി കൃഷ്ണന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് കേട്ടോ മാനസ. താൻ പറഞ്ഞതൊക്കെ കേട്ട് കൃഷ് വിശ്വസിച്ചെന്നുള്ള രീതിയിൽ സന്തോഷിച്ച് മാനസ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ കൺമണിയാണെങ്കിൽ രാജിക്കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുലിനോട് രാജിക്കത്താണെന്ന് പറയുമ്പോ ഗോകുല് ചോദിക്കുന്നുണ്ട്, അപ്പേ വെറുതെ എടുത്തേട്ടം കാണിക്കാതെ പ്ലീസ് കൃഷ് സാറായിട്ട് ഒന്ന് നേരിട്ട് സംസാരിക്കുക, എന്നിട്ട് മതി ഇതൊക്കെയെന്ന് ഗോകുല് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണിക്ക്.